വീട്ടിൽ സ്പ്രിംഗ് ഒനിയൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വേരിൻ്റെ ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇത് കണക്ക് നമുക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരാഴ്ച ജനലിൻ്റെ അരികിൽ വെച്ച് എടുക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വേര് അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്കിതിനെ മാറ്റി നടാം. അപ്പോഴേ നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കുറേ വെജിറ്റബിൾസ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് ലെമൺ ഗ്രാസാണ്, അതേ കണക്ക് റീഗ്രോ ചെയ്തെടുത്തതാണ്. ഇത് വാങ്ങിച്ച സമയത്ത് ഒരു വേര് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് അതിൻ്റെ വേര് ഭാഗം ഇതേ കണക്ക് വെള്ളത്തിലിട്ട് വെച്ചു. ഇപ്പോൾ വലുതായി വന്നതാണ്. എന്നിട്ട് കുറച്ചിങ്ങനെ വേര് വരുമ്പോൾ നമുക്ക് എടുത്ത് മണ്ണിലോട്ട് മാറ്റി നടാം. ഇപ്പോൾ നന്നായിട്ട് ഇത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് പോക്ക് ചോയാണ്. അപ്പോൾ ഇതിൻ്റെ നടുന്ന വീഡിയോ എൻ്റെ നിന്ന് പോയി. ഇതും ഇതേ കണക്ക് ഞാൻ റീഗ്രോ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ പൂത്തിട്ടുണ്ട്, അതേപോലെ കായും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കായ എടുത്ത് വെച്ചാൽ അരി എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത വർഷം നടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.